സംസ്ഥാനത്തെ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും മറ്റന്നാളും അവധിയായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഈ കണ്ണൂരിലും കാസർഗോഡും തീവ്രമായ മഴ എന്നതിനെയാണോ കാലാവസ്ഥാ മുന്നറിയിപ്പ്? തീർച്ചയായും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ, പ്രത്യേകിച്ച് തെലങ്കാനയ്ക്കും റയലസീമയ്ക്കും മുകളിലെ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനം അറബിക്കടലിലുണ്ടാകും. അറബിക്കടലിലെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുകയാണ് കേരളത്തിന് മുകളിൽ. വടക്കു പടിഞ്ഞാറൻ കാറ്റ് പൂർണ്ണമായും പടിഞ്ഞാറൻ കാറ്റായി ശക്തി പ്രാപിച്ചു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളായി വന്നിട്ടുള്ളത്. അതായത് വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുതൽ. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റന്നാളാകട്ടെ വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചയൊക്കെ അതിതീവ്ര മഴ കേരളത്തിലെമ്പാട്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വരെ കേരളത്തിൽ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിലും തീരമേഖലയിലും പ്രത്യേക ജാഗ്രത വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ, അതായത് അതിതീവ്ര മഴയടക്കം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് ഇടുക്കി ജില്ലയിലാകട്ടെ ജലവിനോദങ്ങളും സാഹസിക വിനോദങ്ങളും ചൊവ്വാഴ്ച വരെ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല റോഡ് ഗതാഗതം അത് നിരോധിച്ചിരിക്കുന്നു. ജൂൺ 13 മുതൽ 17 വരെ ആ യാത്ര നിരോധിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലാ കളക്ടർ. അതുമാത്രമല്ല, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ജൂൺ 14, 15 തീയതികളിൽ തുറന്ന് പ്രവർത്തിക്കില്ല എന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലാകട്ടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ എന്നിവിടങ്ങളിൽ പ്രവേശനവും ഈരാറ്റുപേട്ട, വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ജൂൺ 15 വരെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് കാലാവസ്ഥ അറിയിപ്പുമായി വന്നത്.